വിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 46 വർഷം കഴിഞ്ഞിട്ട് ഭൂമിയുമായിട്ട് ഇപ്പോഴും സിഗ്നൽ അയച്ചുകൊണ്ടിരിക്കുന്ന വോയേജർ 1-2 പേടകങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പ് വോയേജർ 1 എന്ന് പറയുന്ന പേടകത്തിൽ നിന്നുള്ള ഡാറ്റകൾക്കുള്ള പ്രശ്നം ഗവേഷകർ മനസ്സിലാക്കിയിരുന്നു. 2023 നവംബർ 14 മുതൽ വോയേജർ 1-ൽ നിന്നും നമ്മുടെ ഡീപ്പ് സ്പേസ് നെറ്റ്വർക്കുകളിലേക്ക് വരുന്ന ബൈനറി ഡാറ്റകളിൽ കറപ്റ്റഡ് ആയിട്ടുള്ള ചില ഡാറ്റകൾ കാണാനായി തുടങ്ങുകയായിരുന്നു. അതായത് വോയേജർ ഇപ്പോൾ അതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ഡാറ്റയ്ക്ക് പകരം സ്വന്തം ഹെൽത്തിനെ കുറിച്ചുള്ള ഡാറ്റകളാണ് കോഡുകളായി അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അയക്കുന്നത് ബൈനറി കോഡുകളായിട്ടാണ്, 1കളും 0കളുമായിട്ടാണ്. ഇങ്ങനെ വരുന്ന ബൈനറി കോഡുകൾ നമ്മൾ പിടിച്ചെടുത്തതിന് ശേഷം ശക്തമായിട്ടുള്ള ആംപ്ലിഫയറുകളുടെയും മറ്റും സഹായത്തോടു കൂടി ഈ വീക്ക് സിഗ്നലുകളെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് എങ്ങനെയാണ് വോയേജറിൻ്റെ ഹെൽത്ത് എന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന കുറേ സിഗ്നലുകൾ, കഴിഞ്ഞ 5 മാസമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സിഗ്നലുകൾക്കകത്ത് മനസ്സിലാകാത്ത തരത്തിലുള്ള കറക്റ്റഡ് ഡാറ്റ കയറിക്കൂടിയതായിട്ട് നാസയുടെയും ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെയും ഗവേഷകർക്ക് മനസ്സിലായി. എന്താണ് സംഭവിച്ചത്? 46 വർഷങ്ങൾക്ക് മുമ്പ് വിക്ഷേപിച്ച ഒരു പേടകം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് വരുന്ന പ്രശ്നം എങ്ങനെ പരിഹരിക്കും തുടങ്ങിയ ചോദ്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അടുത്ത് പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവേഷകർ വളരെയധികം വെല്ലുവിളി നിറഞ്ഞ ഈ ഒരു പ്രശ്നത്തെ പരിഹരിച്ചു എന്നുള്ള വാർത്തയും പുറത്തേക്ക് വന്നു. ആദ്യം വോയേജർ 1 എന്ന് പറയുന്ന പേടകത്തിൻ്റെ ലെഗസിയെക്കുറിച്ച് സംസാരിക്കാം. 1977 വോയേജർ 1-നെയും വോയേജർ 2-നെയും നാസ വിക്ഷേപിക്കുന്നത്. ഇപ്പോഴത്തെ സമയത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ആ ഒരു കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ തുടങ്ങിയ ഗ്രഹങ്ങളെ പഠിക്കുന്നതിന് ഭൂമിയിൽ നിന്നുകൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന പേടകങ്ങളെ അയക്കാൻ കഴിയുന്ന രീതിയിൽ ഓറിയൻറ്റ് ചെയ്ത സമയമായിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് വ്യാഴത്തെയും ശനിയെയൊക്കെ പഠിക്കണമെങ്കിൽ 7, 8, 9 വർഷത്തിലധികം പേടകം യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് സോളാർ സിസ്റ്റത്തിൽ ഇപ്പോൾ ഗ്രഹങ്ങളുടെ കറക്കം. അതേസമയം 1977കളിലും 1970ൻ്റെ തുടക്കത്തിലുമൊക്കെ തന്നെ പയനീർ 1-ഉം 2-ഉം 1977 വോയേജറും ഒക്കെ വിക്ഷേപിക്കുന്ന സമയത്ത് 5 വർഷം മതിയായിരുന്നു വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂണിലൊക്കെ തന്നെ എത്തി കൂടുതൽ ഡാറ്റ ശേഖരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അയച്ച പേടകങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ അവരുടെ ദൗത്യം പൂർത്തിയാക്കി. എന്നാൽ വോയേജർ 1, വോയേജർ 2 പേടകങ്ങൾ ഇരട്ട പേടകങ്ങളായിരുന്നു എന്ന് മാത്രമല്ല അതിലെ സകല കാര്യങ്ങളും ഐഡൻറ്റിക്കലായിരുന്നു. 1-ലുള്ള അതേ രീതിയിൽ തന്നെയാണ് 2-നെയും സെറ്റ് ചെയ്തിരുന്നത്. 5 വർഷം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വോയേജർ 1-നെ വ്യാഴത്തെയും ശനിയെയും പഠിക്കാനായിട്ട് വിക്ഷേപിക്കുന്നത്. അത് വിജയകരമായിരുന്നു എന്ന് മാത്രമല്ല ദൗത്യം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യുന്നുമുണ്ട്. ഭൂമിയെ അപേക്ഷിച്ച് ഏകദേശം 60,800 km/h വേഗത്തിൽ ഭൂമിയിൽ നിന്നും സൗരയൂഥത്തിൽ നിന്നും പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേഗത കൂടിയൊരു വസ്തുവായിട്ടാണ് വോയേജർ 1-ഉം ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയുമായിട്ട് വോയേജർ 2-ഉം 2 ദിശകളിലായി സൗരയൂഥത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ നമ്മളതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഭീമാകാരനായിട്ടുള്ള ഒരു ആൻറ്റിന വോയേജറിൽ കാണാൻ കഴിയും. അത് ഏകദേശം 3.7 മീറ്റർ ഡയമീറ്ററുള്ള ഒരു കൂറ്റൻ ആൻറ്റിനയാണ്. ഏകദേശം ആ ആൻറ്റിന ഭൂമിക്ക് നേരെ തിരിച്ചു വയ്ക്കുന്ന സമയത്ത് നിലവിൽ 22.5 മണിക്കൂർ കൊണ്ട് ഭൂമിയിലെ ഡീപ്പ് സ്പേസ് നെറ്റ്വർക്കുകളുടെ ഭാഗമായിട്ടുള്ള കൂറ്റൻ ആൻറ്റിനകളിലേക്ക് സിഗ്നലുകൾ എത്തിച്ചേരുന്നു. 70 മുതൽ 100 അടി വരെ വലിപ്പമുള്ള ഭീമാകാരന്മാരായിട്ടുള്ള ആൻറ്റിനകളാണ് ഡീപ്പ് സ്പേസ് നെറ്റ്വർക്ക് ആൻറ്റിനകൾ. വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള റേഡിയോ സിഗ്നലുകളെയും അവയ്ക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആൻറ്റിനകളുടെ സഹായത്തോടു കൂടി വർഷങ്ങളായി ഗവേഷകർ വോയേജറിൽ നിന്നുള്ള ഡാറ്റകൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഗ്രഹങ്ങളെ പഠിക്കുന്ന മാത്രമല്ല സൂര്യൻ്റെ സ്വാധീനം വിട്ടുപോകുന്നതും ഇൻ്റർസ്റ്റെല്ലർ സ്പേസിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന വ്യതിയാനങ്ങളും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വോയേജറിന് CMOS എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലത്തുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സറാണെങ്കിലും ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അതായത് ഏകദേശം ഒരു 60 MB ഡാറ്റ മാത്രം സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന 16 ബിറ്റ് കമ്പ്യൂട്ടർ കപ്പാസിറ്റി മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ ഏകദേശം അക്കാലത്തെ ആവശ്യത്തിന് ഉതകുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടറുകളായിരുന്നു വോയേജറിൽ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ വോയേജറിനകത്ത് ഇത്തരത്തിലുള്ള 3 ടൈപ്പ് കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് FDS ആണ്, അതായത് ഫ്ലൈറ്റ് ഡാറ്റ സബ്സിസ്റ്റം. 2 കമാൻഡ് ആൻഡ് കൺട്രോളിംഗ് സെൻട്രൽ കമ്പ്യൂട്ടർ. പിന്നെ വേറൊന്ന് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ ആൻഡ് പോയിൻറ്റിംഗ് എന്ന് പറയുന്ന 3 ടൈപ്പ് കമ്പ്യൂട്ടറുകളിൽ ഓരോന്നിലും 2 ടൈപ്പ് ചിപ്പുകൾ അടങ്ങിയ രൂപത്തിലാണ് വോയേജർ 1-ഉം വോയേജർ 2-ഉം ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ FDS എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പേടകം എടുക്കുന്ന സയൻസ് ഡാറ്റയും അതിൻ്റെ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡാറ്റയും, അതായത് ഹെൽത്ത്, ഏതൊക്കെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു, എത്രത്തോളം പവർ കിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ FDSലൂടെ കടന്നിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. ഇതിനെ ബൈനറി കോഡുകളായിട്ട് തിരിച്ചാണ് ഭൂമിയിലേക്ക് അയക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എത്ര GHz
സിഗ്നലാണ് വരുന്നതെന്നും ആ സിഗ്നലിലെ ബൈനറി കോഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വേരിയേഷൻ പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് വോയേജറിൻ്റെ ഹെൽത്ത് എന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ഞാൻ സൂചിപ്പിച്ച പോലെ 2023 നവംബർ 14 മുതൽ സംഭവിച്ചത് ഈ കിട്ടുന്ന യൂഷ്വൽ ഡാറ്റയുടെ ബൈനറി കോഡിന് വായിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സിഗ്നലുകൾ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഏതൊക്കെയോ കമ്പ്യൂട്ടർ ഭാഗങ്ങൾ കംപ്ലൈൻ്റ് ആയിരിക്കുന്നു എന്ന് വേണം ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ പല ചിപ്പുകൾ അതിനകത്തുണ്ടല്ലോ. ഈ ചിപ്പിൽ ഏതെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കാമെന്ന് ഗവേഷകർ മനസ്സിലാക്കിയെങ്കിലും ഈ ബൈനറി കോളിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രം കൃത്യമായ പ്രശ്നം അപ്പോൾ പഠിക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം 5 മാസം എടുത്തു എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ. അതിനുശേഷം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകൾ തിരിച്ചതിലേക്ക് അയക്കുകയും വേണം. അപ്പോൾ നമ്മൾ നോക്കും, ഇത്രയും ദൂരെ നിൽക്കുന്ന ഒരു പേടകത്തിൻ്റെ സിഗ്നൽ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ കൃത്യമായ ആൻറ്റനകൾ പിടിച്ചെടുക്കുക. അതിനുശേഷം ഇൻസ്ട്രക്ഷൻ ഇവിടെ നിന്ന് പവർഫുൾ ആയിട്ടുള്ള സിഗ്നലായി തിരിച്ചയക്കുമ്പോൾ അത് സംഭവം വോയേജറിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾക്ക് 22.5 മണിക്കൂർ അങ്ങോട്ട് പ്രകാശവേഗത്തിൽ സിഗ്നൽ പോകണം, 22 മണിക്കൂർ പ്രകാശവേഗത്തിൽ ഇങ്ങോട്ട് സിഗ്നൽ വരണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 22-22.5 മണിക്കൂർ വെച്ചുള്ളൊരു കണക്ക് വെച്ച് ടോട്ടൽ 45 മണിക്കൂറാണ് ഗവേഷകർക്ക് വോയേജർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ബൈനറി കോഡുകളെ അനലൈസ് ചെയ്യുകയും ഫ്ലൈറ്റ് ഡാറ്റ സബ്സിസ്റ്റത്തിനകത്തുള്ള ഒരു ചിപ്പിനാണ് പ്രശ്നമുണ്ടായത് എന്ന് ഗവേഷകർ മനസ്സിലാക്കുകയും ചെയ്തു. അതായത് ആകെ കിട്ടുന്ന ബൈനറി കോഡിൻ്റെ 3% കറക്റ്റഡ്. ഈ 3% പ്രശ്നമെന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്ലൈറ്റ് ഡാറ്റ സബ്സിസ്റ്റത്തിലെ ഒരു ചിപ്പിൻ്റെ പ്രശ്നമാണെന്ന് ഗവേഷകർ ക്രമേണ മനസ്സിലാക്കി. ഒരുപക്ഷെ 5 വർഷം മാത്രം കാലാവധി പ്രതീക്ഷിച്ച ഒരു പേടകം 46 വർഷം പ്രവർത്തിച്ചപ്പോഴുണ്ടായ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റെല്ലർ സ്പേസിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കണിക വന്നിടിച്ചത് കൊണ്ടോ ആയിരിക്കാം ചിപ്പ് കംപ്ലൈൻ്റ് ആയത്. വോയേജറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗവേഷകർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്നായിരുന്നു ഈ ചിപ്പിൻ്റെ കംപ്ലൈൻറ്റ്. പ്രശ്നം തിരിച്ചറിഞ്ഞു, ഇനി പരിഹരിച്ചൂടെ? എങ്ങനെ? ഏകദേശം 2400 കോടി കിലോമീറ്റർ അകലെ പോകുന്ന ഒരു പേടകം, ഇത്രയും വേഗത്തിൽ പോകുന്ന പേടകത്തിനുള്ള ഏക കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന സിഗ്നലുകളോട് അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഉത്തരം മാത്രമാണ്. അതിലൂടെ നമ്മൾ ചെറിയ അപ്ഡേറ്റുകളും മറ്റും കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പാർട്സുകൾ റീപ്ലേസ് ചെയ്യാനോ റീസെറ്റ് ചെയ്യാനോ ഉള്ള സംവിധാനം പെട്ടെന്നൊന്നും നമുക്കില്ല. കാരണം ഇപ്പോഴത്തെ ഗവേഷകരായിരുന്നില്ല 1977 വോയേജർ വിക്ഷേപിച്ചപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലൂ പ്രിൻറ്റും പ്രവർത്തനങ്ങളും കോഡുകളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാമെന്നായിരുന്നു ചിന്ത. അതിൽ നിന്നാണ് ഈ FDSലെ കറപ്റ്റഡ് ആയിട്ടുള്ള 3% തെറ്റുകോഡ് തരുന്ന ചിപ്പിൻ്റെ ഡ്യൂട്ടി മറ്റേതെങ്കിലും ചിപ്പുകളിലേക്ക് അധിക ഡ്യൂട്ടി ആയിട്ട് കൊടുത്തുകൂടെ എന്ന് ഗവേഷകർ ചിന്തിക്കുന്നത്. പക്ഷേ ചിപ്പുകളുടെ ഡ്യൂട്ടി വേറൊരു ചിപ്പിന് കൊടുക്കുക അല്ലെങ്കിൽ വേറെ ഭാഗത്തിന് ബൾക്കായിട്ട് കൊടുക്കുക എന്ന് പറയുന്ന പ്രയാസമുള്ള കാര്യമാണ്. അന്നത്തെ ടെക്നോളജി ആയിരുന്നു. അപ്പോൾ ആ സൈസൊന്നും അന്നത്തെ ടെക്നോളജി അനുസരിച്ച് താങ്ങാൻ പറ്റുന്നതല്ല. ഒരു ചിപ്പിൻ്റെ ഡ്യൂട്ടി മറ്റൊരു ചിപ്പിന് കൊടുക്കുക അത്ര എളുപ്പമല്ല. അങ്ങനെ ഏപ്രിൽ മാസത്തിൻ്റെ ഈ ഒരു കഴിഞ്ഞ ആഴ്ചകളുടെ സമയത്തായിട്ട് ഗവേഷകർ കണ്ടെത്തിയ മറ്റൊരു ഐഡിയ ആയിരുന്നു ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ചിപ്പിൻ്റെ ഡ്യൂട്ടിയെ പല പാർട്ടുകളായിട്ട് തിരിച്ചിട്ട് അതിനകത്തുള്ള ഓൺബോർഡ് കമ്പ്യൂട്ടറുകളിലെ പല ചിപ്പുകൾക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വോയേജർ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഓരോ പാർട്ടിലുമുള്ള എൻജിനീയറിംഗ് ഡാറ്റകൾ കൃത്യമായിട്ട് പിന്നീട് ഗവേഷകർക്ക് കിട്ടാൻ ആരംഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് 5 മാസത്തോളം കൈവിട്ടുപോയി നഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിച്ച വോയേജർ 1 സ്പേസ് ക്രാഫ്റ്റിൻ്റെ ചിപ്പിനുണ്ടായ പ്രശ്നത്തെ ഗവേഷകർ ഇവിടെ ഇരുന്നു കൊണ്ട് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളിലൂടെ പരിഹരിച്ചത്. ആലോചിച്ച് നോക്കുക, ഏകദേശം 1/2 നൂറ്റാണ്ടുകളായി നമ്മൾ അയച്ച ഒരു പേടകം, അതിനകത്തുള്ള റേഡിയോ തെർമൽ ഐസോട്ടോപ്പിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആ പേടകം ഇരുട്ടിൻ്റെ അഗാധതയിലും സോളാർ സിസ്റ്റം വിട്ടുപോകുന്ന സമയത്തും നമ്മളുമായിട്ട് ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുണ്ടായ പ്രശ്നത്തെ നമുക്കിപ്പോഴും ചെറിയ പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാധിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ എൻജിനീയറിംഗ് മാർവൽ. വോയേജർ 2 ഇപ്പോഴും ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വോയേജർ 1ഉം വോയേജർ 2ഉം തമ്മിൽ ഏകദേശം 250 കോടി കിലോമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും സോളാർ സിസ്റ്റത്തിൻ്റെ 2 ഡയറക്ഷനിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വോയേജർ സോളാർ സിസ്റ്റം പൂർണ്ണമായി മറികടക്കും. അന്ന് നമുക്ക് സിഗ്നലുകൾ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് കണ്ടറിയാം. അതിൻ്റെ ബാറ്ററിക്ക് ഏകദേശം 80 വർഷത്തോളം പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റിയാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം എത്ര നാൾ നിലനിൽക്കുന്നുവോ അത്രത്തോളം കാലം നമുക്ക് സിഗ്നലുകൾ കിട്ടുകയും അത് നമ്മുടെ ഒരു ഐക്കണായി ഗോൾഡൻ റെക്കോർഡും കൊണ്ട് അന്യഗ്രഹ ജീവികളെയും തപ്പിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വോയേജറിനെ കുറിച്ചുള്ള ഈ ഒരു ന്യൂസ് അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.